റവറൻഡ് ഫാദർ സോണി തെക്കുമുറിയുടെ 41ാമത്തെ ചരമദിനം കൊണ്ടാടുന്നു. ചങ്ങനാശ്ശേരി അഭിമന്യ മെത്രാപ്പൊലീത്ത തോമസ് തറയിലിൻ്റെ കാർമ്മികത്വത്തിൽ കുർബാന ആരംഭിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ചേന്നങ്കിരിപ്പള്ളി. പമ്പാനദി. ബോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ട് ഡ്രൈവർ സാർ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഇടവക ദേവാലയമാണ് ചെന്നങ്കിരി. ചാവറക്കുഴി അപ്പോസ് ഏരിയാസത്തിൽ 1836 ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപമാണിത്. പന്നീരായ വ്യക്തിത്വം പിതാവിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് അനുഗ്രഹമാണ്. പിതാവിനെ ഹൃദ്യമായിട്ട് എല്ലാവർക്കും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട സന്യാസിനിമാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സ്നേഹത്തിന് കൂടുതലാക്കി കൂട്ടിക്കൊണ്ട് അച്ഛനോടുള്ള ബഹുമാന സൂചകമായി ഇവിടെത്തിയ അച്ഛൻ്റെ ഇടവകയിലെ മുന്നിടവകകളെയും അച്ഛൻ്റെ സ്നേഹിതരുമായ സർവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഭക്തിനിർഭരമായ ശുശ്രൂഷകൾ പങ്കുചേരാം.
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. മൃതരെ ശബ്ദം കേൾക്കെ, ജീവൻ നേടും സ്വർഗ്ഗം പോകും ചേരും. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച ഉണർത്താൻ ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ സോണി മുറിയച്ചൻ്റെ ഓർമ്മകൾക്ക് ചുറ്റും ഈ ബലിവേദികൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുവാനും അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട്. സോണിയച്ഛൻ 59 വയസ്സിലാണ് നമ്മളെ വേർപിരിഞ്ഞു പോയത്. അതിൽ 33 വർഷം അദ്ദേഹം പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തു. 14ഓളം പള്ളികളിൽ അദ്ദേഹം തൻ്റെ സേവനം ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചു. അതിനിടയിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സഭയുടെ അംഗീകാരത്തോടു കൂടി നമ്മുടെ ഒരു വൈദികൻ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അംഗീകാരമൊന്നുമില്ലാതെ ആ ജനങ്ങളെല്ലാം വളരെ രഹസ്യമായ രീതിയിലൊക്കെ സംഘടിപ്പിക്കുകയും അവരെ പ്രാർത്ഥനയിൽ നയിക്കുകയും പ്രസ്തുത കുർബാന അവർക്കായിട്ട് അർപ്പിക്കുകയും അവരുടെ എല്ലാ വിധത്തിലുമുള്ള ആത്മീയ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും ചെയ്തു. അവിടുത്തെ നമ്മുടെ സിറോ മലബാർ സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിലും ഒന്നിപ്പിക്കുന്നതിലുമെല്ലാം അച്ഛൻ നൽകിയ സേവനങ്ങൾ വളരെ വലുതാണ്. അത് ഒരു ഇടവക അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇടവകയുടെ ആത്മീയമായ നന്മയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇടവകയുടെ ഭൗതികമായ വളർച്ചയും അദ്ദേഹം സ്വപ്നം കാണുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹം ഇരുന്ന ഇടവകകളിലൊക്കെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിപ്പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണത വളരെ വലുതായിരുന്നു. ഒരു വലിയ ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നൂറുകൂട്ടം അഭിപ്രായങ്ങളുടെ ഇടയിൽ ഒരു ജനസമൂഹത്തെ സംഘടിപ്പിക്കുകയും ഒരാശയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ കൂടി സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും
അതിൻ്റെ സാക്ഷാത്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അദ്ദേഹത്തിന് അതിനകത്ത് ഒരു വലിയ നൈപുണ്യമുണ്ടായിരുന്നു. അതാണ് പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ദുസ്സാധ്യമാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്തെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അത് മനുഷ്യൻ്റെ മനസ്സുകളെ സ്പർശിക്കത്തക്ക രീതിയിൽ അത് പങ്കുവെച്ചു കൊടുക്കുവാനും അദ്ദേഹത്തിന് അനിതര സാധാരണമായ ഒരു കഴിവുണ്ടായിരുന്നു. നല്ല മികച്ച ഒരു ധ്യാനപ്രസംഗകനായിരുന്നു അദ്ദേഹം. ദൈവശാസ്ത്രം പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടി. പക്ഷെ ആ അറിവ് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചത് സാധാരണ ജനങ്ങളോട് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇടപെടാൻ വളരെ ലാളിത്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിൻ്റെ നന്മകളെല്ലാം ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കാം. ഓരോ പുരോഹിതനും ജനിക്കുന്നത് തമ്പുരാൻ്റെ ഹൃദയത്തിലാണ്. കർത്താവിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകാശനമാണ് ഓരോ ദൈവവിളി. ദൈവജനത്തിൻ്റെ നിലവിളികളാണ് ഓരോ വ്യക്തികളെ കർത്താവ് വിളിക്കുന്നതും അയക്കുന്നതുമല്ല. ആ രീതിയിൽ ദൈവപിതാവിൻ്റെ ഹൃദയത്തിൽ ജനിച്ച ഒരു മനോഹരമായ ഒരു ആശയമായിരുന്നു സോണിയച്ചൻ്റെ വിളിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗരോഹിത്യം ഏറ്റവും കൂടുതൽ സാർത്ഥകമാകുന്നത് കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ വലിയ തീഷ്ണതയോടുകൂടിയായിരിക്കുമ്പോഴാണ്. ഒരു വൈദികൻ ഒരിക്കലും നിഷ്ക്രിയനായിരിക്കാനായിട്ട് സാധിക്കുക, നിസ്സംഗതയോടെ ജീവിക്കാനായിട്ട് സാധിക്കുക. കാരണം സാത്താൻ അതുപോലെ സക്രിയമായിട്ട് പ്രവർത്തിക്കുക. സാത്താൻ്റെ പ്രവർത്തനം വളരെ തീക്ഷ്ണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവൻ ഏതെല്ലാം തരത്തിൽ സഭയെ ദുർബലപ്പെടുത്താമോ ആ തരത്തിലെല്ലാം ദുർബലപ്പെടുത്തുകയാണ്. ഏതെല്ലാം തരത്തിൽ അവൻ കുടുംബങ്ങളെ ദുർബലപ്പെടുത്താമോ ആ രീതിയിലെല്ലാം സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുരോഹിതൻ്റെ യുദ്ധം അല്ലെങ്കിൽ സഭയുടെ യുദ്ധം എപ്പോഴും സാത്താൻ്റെ സാമ്രാജ്യത്തിനെതിരാണ്. ഒരു പുരോഹിതന് അധികാരം നൽകിയിരിക്കുന്നത് ദൈവജനത്തിൻ്റെ മേലല്ല, മറിച്ച് സാത്താൻ്റെ മേലാണ് എന്ന് പറയാറുണ്ട്. കാരണം പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പിലൂടെ വൈദികന് ലഭിക്കുന്ന താലന്തുകളെല്ലാം സാത്താനെ തകർക്കാനുള്ള വലിയ കൃപകളും ശക്തികളുമൊക്കെയാണ്. കാലം മാറുന്തോറും സാത്താൻ്റെ സാമ്രാജ്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് നല്ല അഭിഷിക്തരെ വേണം. കരുത്തുള്ള ആത്മീയതയുള്ള നിരന്തരമായ ഒരു അധ്വാനശീലമുള്ള വൈദികരെ നമുക്ക് ധാരാളമായിട്ട് വേണം. അതുകൊണ്ട് നല്ല തീക്ഷ്ണതയുള്ള വൈദികരെ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് ഓർമ്മയുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മേഴ്സിയമ്മയും മിസ്സിയമ്മയും, അതുപോലെ ജോർജ് കുട്ടി, ഗ്രേസമ്മ, പരേതനായ ബേബിച്ചൻ, അവരുടെ കുടുംബങ്ങൾ, അവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അച്ഛൻ്റെ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് സ്മരിക്കാം. അവരുടെയൊക്കെ ആത്മീയതയുടെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ പ്രതിഫലനമാണല്ലോ ഈ 3 മക്കൾ കർത്താവിൻ്റെ ദൈവവിളി കാണാനായിട്ട്, ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഇടയായത്. ഇതെല്ലാം നമുക്ക് നന്ദിയോടുകൂടി ഓർത്ത് പരിശുദ്ധ കുർബാന തുടർന്ന് അർപ്പിക്കും. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരണം ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരണം ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് Yeah.
നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവരുടെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവിൻ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർത്ത് നമുക്ക് പ്രഘോഷിക്കാം. പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അടയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആബേലോഹയും അബ്രാഹം യോഗമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. സ്നേഹന്മാരിവരുടെ ബലിയും ബദ്ധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണമേ ബലിയിൽ. കർത്താവേ, നിന്ദാസനായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിതൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസനയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമേഴുന്നൊരു സ്തുതിഗീതങ്ങൾ ഉയർത്തിയിടാൻ കരുണയൊടിവരിൽ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹം എന്നും. സോണീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ഭംഗിയായി ഈ സ്മരണികയിൽ കുറിച്ചിട്ടുള്ള അച്ഛൻ്റെ ആത്മീയ ഉപദേഷ്ടാവായിരുന്ന ബഹുമാനപ്പെട്ട മാണി പുതിയുടെ അച്ഛന് ഇതിൻ്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് അഭിമന്യ പിതാവ് ഇത് പ്രകാശനം ചെയ്യുന്നത്.
വൈദികർക്കും ഈ ഇടവകയിലെ സിസ്റ്റേഴ്സിനും വാത്സല്യമുള്ള എല്ലാ ദൈവജനത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ആരുടെയും പേരെടുത്തു പറയുന്നില്ല എങ്കിലും ചിലരുടെ പേരുകൾ പറയാതിരിക്കാനാവില്ലല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ വാത്സല്യമുള്ള തറയിൽ പിതാവ് രാജഗിരിയിൽ സോണിയച്ഛൻ വെന്റിലേറ്ററിലായിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് സോണിയച്ച എന്ന് വിളിച്ചപ്പോൾ കണ്ണു തുറക്കുകയും പിതാവിനെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പക്ഷേ വെന്റിലേറ്റർ കണക്ട് ചെയ്തിരുന്നതിനാൽ സൗണ്ട് പുറത്തേക്ക് വന്നില്ല. എങ്കിലും കൈകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് കാണിച്ചു. പിതാവ് തലയിൽ കൈവച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്നേഹമുള്ള പിതാവേ, സോണിയച്ഛൻ അവസാനമായി കണ്ടതും മിണ്ടിയതും പിതാവിനോടായിരുന്നു. പിതാവിനോടുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. ഇന്നും അവരെല്ലാം ഭംഗിയായി ക്രമീകരിക്കുവാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി നേരുകയാണ്. ുണ്ട് ആരും തന്നെ ഒരു തടസ്സവും പറയാതെ പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾ എഴുതി തന്നതുകൊണ്ട് ഇത്ര വേഗത്തിൽ ഇത്ര മനോഹരമായി അത് പുറത്തിറക്കാൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ കൂടുതലായി അധ്വാനിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായ സിറിയ കോട്ടയിൽ അച്ഛനാണ്. അച്ഛൻ്റെ കോട്ടയ്ക്കുപുറം പള്ളിയിലെ കൊച്ചച്ഛന്മാർ, അതുപോലെ തന്നെ മറ്റിടവുകളിൽ ഉണ്ടായിരുന്ന അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന കൊച്ചച്ഛന്മാർ, പൂന്തോപ്പിലെ ജോസഫിയേട്ടൻ, മാമൂർ ഇടവകയിലെ മനോഷ്, കോട്ടയ്ക്കുപുറത്തെ സിനിച്ചായൻ, അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അമൃതനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വലത്തു വലം ഭാഗേ. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണയങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികങ്ങളുടെ പാപങ്ങളും ആഴ്ചകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ഞാൻ വിളിക്കുന്നു, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ മക്കളിൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്നത് അവർക്കാരെ പോലെ
സമർപ്പിക്കുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, തോമസിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആകുതനാകുമ്പോൾ കണ്ണുകണ്ടിടില്ലാത്തതും കാത് കേട്ടിടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കലകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുസ്മരണ സമ്മേളനം ശേഷം സ്നേഹവിരുന്ന് പടിഞ്ഞാറക്കരയിലുള്ള സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ചാണ്. ചെന്നങ്കിരിപ്പള്ളിയുടെ പാരിഷ് ഹാള് പൊളിച്ചിട്ടിരിക്കുകയാണ്, അതിനാൽ കരയിലാണ്. ആയിരത്തി 1918 സ്ഥാപിതമായ സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ചെന്നങ്കിരി പടിഞ്ഞാറേപ്പള്ളി എന്നറിയപ്പെടുന്നു. പള്ളിയുടെ ഒരു സൈഡിൽ പമ്പാ നദിയാണെങ്കിൽ ബാക്ക് സൈഡിൽ
പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങളാണ്. ക്രമീകരിച്ചിട്ടുള്ള കസേരകൾ ഏറെയും നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരെ നിങ്ങളൊന്ന് പരിഗണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണം ബുഫേയാണ്, പുറത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് നിങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുള്ള കസേരകളിൽ ഇരുന്ന് കഴിക്കാവുന്നതാണ്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛനെക്കുറിച്ച് ഇറക്കിയ സ്മരണിക ലഭിക്കും. ഒപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച് അച്ഛൻ എഴുതിയ പുസ്തകവും ലഭിക്കും. അത് നിങ്ങൾ ഇറങ്ങുന്ന ഭാഗത്ത് നൽകുന്നതാണ്. ശുദ്ധീകരിക്കുന്നവനും പരിശുദ്ധയെ ഉയർപ്പിക്കുന്നവനും പ്രവൃത്തികൾക്കനുസരണമായ പ്രതിഫലം നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ സഹോദരന്റെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ. ജീവിതത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നരകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you all. God bless you all. This is Kerala Reels from Chennangiri.